തലസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണത്തിലേക്കാണ് കാട്ടാക്കടയിൽ കുത്തിവെപ്പിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ചു. ശ്വാസം മുട്ടലിന് ചികിത്സയ്ക്കെത്തിയ 2.5 വയസ്സുകാരി കുട്ടിക്ക് കയ്യിൽ 2 കുത്തിവെപ്പുകൾ എടുത്തു. തുടർന്ന് അബോധാവസ്ഥയിലായ കുട്ടിയെ ഡോക്ടർമാരും നഴ്സും ചേർന്ന് മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഗുരുതരാവസ്ഥയിലാവുകയും അതിനുശേഷം അതിന്റെ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം മാതാപിതാക്കളെ പോലും അറിയിക്കാതെയാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അനുശ്രീ, തീർച്ചയായും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് വീണ്ടും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ പറയുന്ന 2.5 വയസ്സുകാരിയായ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം. കാട്ടാക്കട ഉറിയക്കൂട് സ്വദേശിയായ സിദ്ദിഖ് ഫൈസദ് ദമ്പതികളുടെ ഇരട്ട കുട്ടികളുടെ 2ാമത്തെ കുട്ടിയായ ആയിഷ ഫാത്തിമയാണ് മരണത്തിന് കീഴടങ്ങിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ 18-ാം തീയതിക്ക് കുട്ടിക്ക് കണ്ണിന് ചുറ്റും ഒരു നീർക്കെട്ട് ഉണ്ടാകുന്നു. തുടർന്ന് കുട്ടിയെ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ കാണിക്കുന്നു. രോഗം ഭേദമാവാത്തതിനെ തുടർന്ന് കുട്ടിയെ ഒരു കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി ഈ പറയുന്ന പരിശോധന നടത്തുന്നു. തുള്ളിമരുന്ന് ഉൾപ്പെടെ നൽകിയായിരുന്നു കുട്ടിയെ അന്ന് വീട്ടിലേക്ക് വിടുന്നു. എന്നിരുന്നാലും രാത്രിയോടുകൂടി വീണ്ടും ശ്വാസം മുട്ടൽ ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ കാട്ടാക്കടയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് വീണ്ടും പരിശോധനകൾ നടത്തി പോകുന്നു. രക്തപരിശോധന ഉൾപ്പെടെ നടത്തി വീട്ടിലേക്ക് മടങ്ങി 19-ാം തീയതി. 20-ാം തീയതി രാവിലെ തന്നെ ഈ കുടുംബം വീണ്ടും ആശുപത്രിയിലേക്ക് വരുന്നു. കാരണം ഈ പറയുന്ന രോഗം ഭേദമാവുന്നില്ല എന്നൊരവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് നടത്തിയ ഒരു പരിശോധനയെ തുടർന്ന് കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇഞ്ചക്ഷൻ നൽകുന്ന സമയത്ത് കുട്ടിയുടെ ഒരു വശത്തേക്ക് കോണിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ പറയുന്നത്. കുട്ടിക്ക് അബോധാവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊരു പറയുന്നത്. തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടറും നഴ്സും ചേർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്താണെന്ന് പറയുമ്പോഴായിരുന്നു കുട്ടിക്ക് അല്പം സീരിയസ് എന്ന് അവരോട് പറയുന്നത്. അതുവരെ അവർ പറഞ്ഞില്ല എന്നുള്ളതാണ് ഗൗരവമായ ഒരു ആരോപണമായി അവർ ഉന്നയിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ രക്ഷിതാക്കളെ സ്ഥാനത്ത് തന്നെ മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ദുഃഖകരമായ ഒരു വാർത്തയാണ് കുടുംബത്തിന് ലഭിച്ചിരുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിക്ക് ഒരു അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു പ്രാഥമികമായി അറിയുന്നത്. അലർജിയെ തുടർന്നാണ് ഈ പറയുന്ന ചികിത്സയൊക്കെ നടന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന ആശുപത്രിയിൽ ആദ്യം ചികിത്സ നൽകിയ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഗൗരവമായി ഒരു വിഷയം തന്നെയാണ്. ആര്യനാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആര്യനാട് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് വരും മണിക്കൂറിൽ ഇതിന്റെ കൂടുതൽ വിവരം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അനുശ്രീ, അതുപോലെ തന്നെ കുട്ടിക്ക് 2 ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറയുന്നത് എന്ത് തരം ഇഞ്ചക്ഷനാണ് കുട്ടിക്ക് എടുത്തത്? ഇനി ആ ഇഞ്ചക്ഷൻ എടുത്തതിലെ മരുന്ന് മാറിപ്പോയതാണോ കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി ലഭിക്കേണ്ടതുണ്ടല്ലേ? തീർച്ചയായും എന്താണ് കുട്ടിക്ക് സംഭവിച്ചത്, കുട്ടിയുടെ ആരോഗ്യനില എന്തായിരുന്നു, അല്ലെങ്കിൽ എവിടെയാണ് ഇതിനൊരു പിഴവ് സംഭവിച്ചതെന്ന ഗൗരവമായൊരു അന്വേഷണം തന്നെ വേണ്ടിവരും. അത് തീർച്ചയായും അതിനുള്ള നടപടി ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിച്ചേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് അതിനൊരു മറ്റൊരു വസ്തുത. കാരണം കുട്ടിയുടെ ജീവനാണ് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം നെടുമങ്ങാട് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്. അതും ചികിത്സാ പിഴവ് തന്നെയായിരുന്നു എന്നൊരു വാദം നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മറ്റൊരു ചികിത്സാ പിഴവ് ഗൗരവമായ ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത്, കുട്ടിക്ക് ഏതൊരു ഇഞ്ചക്ഷനാണ് കൊടുത്തത്, എന്താണ് ഇതിനുണ്ടായ ഒരു മരണ കാരണം, ഇതൊക്കെ വരും മണിക്കൂറുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ തന്നെയായിരിക്കും ഇതിനൊരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളെങ്കിലും അന്വേഷണം ആവശ്യമാണെന്നുള്ളതിൽ ഇതിൽ തന്നെയാണ് കുടുംബവും ഉറച്ചു നിൽക്കുന്നത്. അനുശ്രീ, ശരി, കാട്ടാക്കടയിലാണ് കുത്തിവെപ്പിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. ശ്വാസമുട്ടലിനെ തുടർന്നുള്ള ചികിത്സയ്ക്കെത്തിയ 2.5 വയസ്സുകാരി കുട്ടിക്ക് കയ്യിൽ 2 കുത്തിവെപ്പുകൾ എടുത്തിരുന്നു. അതിനുശേഷമായിരുന്നു കുട്ടിയുടെ നില ഗുരുതരാവസ്ഥയിലാവുകയും കുട്ടിയെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. ഇനി അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്.